സേക്രഡ് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിൻ്റെ വാർഷിക ആഘോഷ പരിപാടികളുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നിർമ്മല പ്രോവിൻസ് വിക്കർ പ്രൊവിൻഷ്യൽ റവറൻഡ് സിസ്റ്റർ ഷീല CMC, ഈ സ്കൂളുകളുടെ എല്ലാം ലോക്കൽ മാനേജരും സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റിൻ്റെ മദർ സുപ്പീരിയറുമായ റവറൻഡ് സിസ്റ്റർ റോഷ്നി CMC, സ്കൂൾ ഹെഡ് മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ അന്ന ആൻ്റണി CMC, വേദിയിലായിരിക്കുന്ന ഓൾഡ് സ്റ്റുഡൻറ്റും പ്ലേബാക്ക് സിംഗറുമായ മിഥു വിൻസെൻ്റ്, PTA പ്രസിഡൻറ്റ് മിസ്റ്റർ ഗിറ്റോ തോമസ്, MPTA പ്രസിഡൻറ്റ് ഡോക്ടർ വനചിത്ര KG, സ്കൂൾ ലീഡർ കുമാരി ഐറ ജോ, സ്തുത്യർഹമായ സേവനത്തിന് ശേഷം അധ്യാപനത്തിന് ശേഷം ഔദ്യോഗികമായിട്ടുള്ള റിട്ടയർമെൻറ്റിലേക്ക് ആയിരിക്കുന്ന ജയ ടീച്ചർ, ഷൈനി ടീച്ചർ, വേദിയിലെ മറ്റ് വിശിഷ്ടരായിട്ടുള്ളവരെ, സദസ്സിലെ പ്രിയ മാതാപിതാക്കളെ, അധ്യാപകരെ, സ്നേഹമുള്ള കുട്ടികളെ, ആദ്യമായി തന്നെ ആനുവൽ ഡേയിൽ ആയിരിക്കുന്ന വാർഷിക ആഘോഷത്തിലേക്ക് ആയിരിക്കുന്ന എല്ലാവർക്കും സേക്രഡ് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിൻ്റെ ഈ വാർഷികത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ഈ ഒരു വർഷക്കാലം ഈ വിദ്യാ ആലയം എങ്ങനെയാണ് നമ്മുടെ മക്കളെ അറിവിൻ്റെ തലത്തിൽ മാത്രമല്ല മറ്റു വിധങ്ങളിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്തിയത്, എടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെ കാണിക്കുകയായിരുന്നു തുടക്കത്തിൽ. ഞാൻ ഈ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 4ാം ക്ലാസ് വരെ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ്. അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്ല, അന്നപ്പുറത്താണ്. സേക്രഡ് ഹാർട്ട് സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറയാൻ തന്നെ വലിയൊരു അഭിമാനമാണ്. പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അഭിമാനമുള്ള കാര്യമാണ്. കാരണം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാനേജ്മെൻ്റ് ആയിട്ടുള്ള ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഈ സ്കൂൾ സമുച്ചയങ്ങളെല്ലാം വളരെയധികം അറിവിൻ്റെ തലത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുന്ന വിദ്യാലയങ്ങളാണ്. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം മാതാപിതാക്കളുടെ ശ്രദ്ധ പോകുന്നത് സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, അവിടെ സീറ്റ് കിട്ടണം, കുട്ടികളെ അവിടെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള വലിയ ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി തന്നെ ചില ആളുകൾ ഞങ്ങളെപ്പോലും സമീപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ സ്കൂളിൻ്റെ ആ പ്രശസ്തിയുടെയും പ്രത്യേകതയുടെയും ഒക്കെ കാര്യങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കുരുന്ന് പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഈ കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെക്കാളും ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം. ആദ്യകാലങ്ങളിൽ TV-യിൽ ഒരു പരസ്യം വരാറുണ്ട്, ഫെവിക്കോളിൻ്റെയാണ്. അമ്മ വീട്ടിലെ പണി ചെയ്യുമ്പോൾ ചെറിയ കുട്ടി ഇങ്ങനെ ഇരുത്തിയോടത്തിരിക്കാതെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അവസാനം ഫെവിക്കോളിൻ്റെ ഒരു ഡപ്പിയുടെ മുകളിൽ കയറ്റിയിരുത്തുന്ന ഒരു ചിത്രം പരസ്യം കണ്ടിട്ടുണ്ട്. പിന്നെ ആ കുട്ടി അനങ്ങില്ല, ഫെവിക്കോളിൻ്റെ ഡപ്പിയുടെ മുകളിൽ. ആ ഫെവിക്കോളിൻ്റെ പരസ്യമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ചെറിയ കുട്ടികളൊക്കെ സ്കൂളുകളിലേക്ക് വരുമ്പോൾ ഇവരെയൊക്കെ സീറ്റിലിരുത്താൻ ആ കസേരയുടെ അടിയിലൊക്കെ ഫെവിക്കോളിൻ്റെ ഡപ്പി വെക്കേണ്ട ഒരു അവസ്ഥയുടെ ഒരു കാലഘട്ടമാണ്. വീട്ടുകാർക്ക്, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് തന്നെ അറിയാം, വെച്ചോടുത്തിരിക്കാത്ത പ്രായമാണ് ഈ പിള്ളേർ. അതുകൊണ്ട് അവർ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കണ്ണ് ഈ കുട്ടി എവിടേക്കാണ് പോകുന്നതെന്നുള്ള ഒരു ശ്രദ്ധ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്.
അങ്ങനെയുള്ള പ്രായത്തിലുള്ള കുട്ടികളെയാണ് ഇന്ന് നമ്മളിവിടെ കണ്ട 5 സീസണുകൾ അവതരിപ്പിക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചു. അതുപോലെ പ്രയർ ഡാൻസിൽ പ്രത്യേകിച്ച് ആ കുട്ടികൾ കളിക്കുന്നത് ഞാൻ ഇന്നലെ ഗുരുവായൂരുള്ള LF കോളേജിൻ്റെ വാർഷികത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയിരിക്കുകയായിരുന്നു. അവിടെ ആ കോളേജിലെ നമ്മുടെ മക്കൾ അവിടെ ഡാൻസ് കളിക്കുന്നതിൻ്റെ അതേപോലെ തന്നെ ഏകദേശം വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വളരെ കൃത്യമായി തന്നെ ചുവട് വെച്ച് അവിടെ അവതരിപ്പിക്കുന്നതും ആ സീസണുകൾ അവതരിപ്പിക്കുന്നതൊക്കെ കാണാൻ സാധിച്ചത് ഈ കുരുന്ന് പ്രായത്തിലുള്ള കുട്ടികളെ ഒരുക്കാൻ സാധിച്ചതിൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായിട്ടും അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇത്തരുണത്തിൽ ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ അന്ന ആൻ്റണി മുതൽ എല്ലാ അധ്യാപകരെയും ഇത്തരുണത്തിൽ അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ. അത്രയും ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് വീട്ടിലെ ആ വെക്കേഷനൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന പലരും ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം വെക്കേഷൻ്റെ സമയത്ത് ഈ കുട്ടികൾ വീട്ടിലുണ്ട്, സംഗതി മക്കൾ വീട്ടിലുണ്ടാകണം എന്ന വലിയ ആഗ്രഹമാണെങ്കിലും സ്കൂൾ തുറന്നാൽ കുറേ ആശ്വാസമാണെന്ന് പറയുന്നവർ പോലുമുണ്ട്. എന്നാൽ ഇതോടൊപ്പം ഈ അറിവും കലാപരമായിട്ടുള്ള കഴിവുകളും മറ്റു വിധത്തിലുള്ള സമ്മാനങ്ങളൊക്കെ നേടി വളർന്നു വരുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. സ്വഭാവ രൂപീകരണം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല തലമുറകളും ഇന്ന് നാശനഷ്ടങ്ങൾ ചെയ്യുന്നതിൽ സംതൃപ്തി കണ്ടെത്തുകയും ജീവിതം തന്നെ നശിപ്പിക്കുകയും മറ്റുള്ളവരെ കൂടി നശിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുന്നവരും കാണുന്നവരുമാണ്. ഇവരുടെ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഡോക്ടർമാരുണ്ട്, എൻജിനീയേഴ്സുണ്ട്, ഉന്നതമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് പലരും, ഭൂരിഭാഗം പേരും. അതുകൊണ്ട് അറിവ് എന്ന് പറയുന്നത് വലിയൊരു ധനമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഉപകാരപ്രദമായ ഒന്നാണ്. വളർച്ചയുടെ അവൻ്റെ ഭാവി സുരക്ഷിതമാക്കുന്നതാണ് എന്നുള്ളത് വിദ്യാഭ്യാസം തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ നല്ലൊരു സ്വഭാവമില്ലെങ്കിൽ പിന്നെ എത്രമാത്രം അറിവുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാം പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം, the purpose of education is to make good human beings with skill and experts. ഈ എക്സ്പെർട്ടൈസ് ഉള്ള, സ്കില്ലുള്ള ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളെ, നല്ല സ്വഭാവമുള്ളവരെ വാർത്തെടുക്കുന്ന മനുഷ്യകുലത്തെ വാർത്തെടുക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് വാസ്തവമാണ്. അത് വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ പറയുന്ന ഈ ചെറിയ സ്കൂളിൽ പോലും എന്നുള്ളതാണ് സേക്രഡ് ഹാർട്ട് സ്കൂളിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ ഈ കുരുന്ന് പ്രായത്തിൽ തന്നെ നല്ല സ്വഭാവത്തിൽ ഇവരെ വാർത്തെടുത്ത് അടിത്തറയിട്ട് വാർത്തെടുത്ത് കൊണ്ടുവരുമ്പോൾ ഉയർന്ന ക്ലാസ്സുകളിൽ ചെന്ന് പിന്നെ സമൂഹത്തിൽ ഭാവി തലമുറയായി പ്രവർത്തിക്കുമ്പോൾ സ്വഭാവത്തിൽ ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്താനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വിദ്യാഭ്യാസ പ്രേക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ള സ്കൂളിൽ പ്രത്യേകിച്ച് ഹെഡ് മിസ്ട്രസിൻ്റെയും മറ്റ് അധ്യാപകരുടെയും ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് അഭിമാനിക്കാം. ഈ അവസരത്തിൽ ഇത്രയും സ്തുത്യർഹമായിട്ടുള്ള ഈ പറഞ്ഞ വിധത്തിൽ കുട്ടികളെ വളരെ സ്വഭാവ രൂപീകരണത്തിലും അറിവിൻ്റെ തലത്തിലും വളർത്താൻ ശ്രമിച്ചിട്ട് ഔദ്യോഗികമായിട്ടുള്ള റിട്ടയർമെൻറ്റിലേക്ക് കടന്നിരിക്കുന്ന നമ്മുടെ ജയ ടീച്ചർ, അതുപോലെ തന്നെ ഷൈനി ടീച്ചർ, അവരെ നല്ലൊരു റോൾ മോഡലുകളായി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. മാത്രമല്ല ഈ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ ഈ കുരുന്നുകളാണെങ്കിൽ തന്നെയും വലിയൊരു ശിഷ്യസമ്പത്ത് നേടിയിട്ടാണ് അവർ ഇവിടെ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള റിട്ടയർമെൻറ്റിലേക്ക് കടക്കുക. തീർച്ചയായിട്ടും അഭിമാനത്തോടുകൂടെ ഈ സേക്രഡ് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ ഈ 2 അധ്യാപകരെയും കാണുന്നു. എല്ലാ സ്തുത്യർഹമായ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ പരിശ്രമിച്ചിട്ടുള്ള നിങ്ങളുടെ വിജയത്തിൻ്റെ പേരിൽ
നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഈ എപ്പോഴും നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ടാവും അവരും, ഈ റിട്ടയർമെൻറ്റ് അത് വിശ്രമം അധ്വാനത്തിനുള്ളതാണെന്നാണ് പറയുക. അത് അഭിമന്യ കുണ്ടൂളം പിതാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വിശ്രമിക്കുന്നത് അധ്വാനത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്രമമില്ല. കാരണം എന്നും ഇവരുടെ കൂടെ ജയ ടീച്ചർ, ഷൈനി ടീച്ചർ എന്ന് തന്നെയാണ് വിളിക്കുക. ഇനി മരിച്ചാലും ഇവരെ പറയുക ജയ ടീച്ചറും ഷൈനി ടീച്ചർ എന്ന് തന്നെയാണ്. ആ ടീച്ചർ എന്നുള്ള വാക്ക്, ആ പദം അതിൽ നിന്ന് എടുത്തു പോകില്ല. അത് സ്വന്തമായി അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് അധ്യാപന രംഗത്തുനിന്ന് പുറകോട്ട് പോകരുത്. അതോടൊപ്പം പൊതുപ്രവർത്തനങ്ങളിലും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ ജീവനായി ലൈവായിട്ടുണ്ടാകണം എന്നുകൂടെ ആശംസിച്ചുകൊണ്ടും, ഇവിടെ പ്രവർത്തിച്ച ഈ കാലഘട്ടം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടമാണ്. ആ സ്മരണയിൽ കൂടുതൽ ഊർജ്ജസ്വലരായി ജീവിക്കട്ടെ. എല്ലാ ആയുരാരോഗ്യങ്ങളും നേരുന്നതോടൊപ്പം ഈ ആനുവൽ ഡേ ഇവിടെ ആയിരിക്കുന്ന അധ്യാപകർ മുതൽ ഹെഡ്മിസ്ട്രസ് അന്ന ആൻ്റണി സിസ്റ്റർ മുതൽ എല്ലാ അധ്യാപകരെയും എല്ലാ കുട്ടികളെയും, അതുപോലെ തന്നെ നല്ലൊരു PTA ഈ സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഈ ഇതിൻ്റെ നേതൃത്വത്തിലായിരിക്കുന്ന ഡിറ്റോ തോമസിനെയും അതുപോലെ ഡോക്ടർ വാണി ചിത്രയെയും ഒക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. മാതാപിതാക്കൾ PTA വളരെ ശ്രദ്ധയോടുകൂടെ തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത്. എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ വാർഷിക ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു.